നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതോ പ്രതീക്ഷിക്കാത്തതോ ആയിട്ടുള്ള ഒരു പ്രൊമൈസ് ഒന്നുമല്ല ഏറ്റവും പുതിയ സ്റ്റീവൻ സ്പീൽബർഗ് സിനിമയായിട്ടുള്ള ഡിസ്ക്ലോഷർ ഡേയിൽ വരുന്നത്. പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള UFO കോൺസ്പിറസി തിയറികളുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫിക്ഷണൽ സംഗതി കാണിക്കുന്ന സിനിമ തന്നെയാണ് ഇത്. ടിയും ക്ലോസ് എൻകൗണ്ടേഴ്സും ഒരുക്കിയിട്ടുള്ള സ്പീൽബർഗിന് 2017 പുറത്തു വന്ന പെന്റഗണിന്റെ ഒരു മിസ്റ്റീരിയസ് UFO പ്രൊജക്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ കഥ എഴുതാൻ പ്രചോദനം കൊടുത്തത് എന്ന് കേട്ടിട്ടുണ്ട്. കോൺസെപ്റ്റ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അതിലേക്കുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ട് നമ്മളെ സിനിമയിൽ ഇൻട്രസ്റ്റഡ് ആക്കി നിലനിർത്താൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഡിസ്ക്ലോഷർ ഡേ. വാൾഡെക്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി അമേരിക്കൻ ഗവൺമെന്റുമായിട്ട് ചേർന്നുകൊണ്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നവരാണ്. ഒരു ഘട്ടത്തിൽ ആ കമ്പനിയിൽ ഒരു ബ്രീച്ച് സംഭവിക്കുകയും ഒരു വിഭാഗം എംപ്ലോയികൾ കാര്യങ്ങൾ തകിടം മറിക്കുകയും ചെയ്യുന്നു. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. എന്താണ് ആ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ആ എംപ്ലോയീസ് അത്തരമൊരു തീരുമാനം എടുത്തത് എന്നതൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഡേവിഡ് കെപ്പ് രചന നിർവഹിച്ചിട്ടുള്ള ഈ തിരക്കഥയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ് എപ്പോഴും ഒരു നിഗൂഢതയിൽ നിലനിർത്തുന്നുണ്ട്. മാർഗരറ്റ്, ഡാനിയൽ എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. മറ്റുള്ളവർ ഈ കഥാപാത്രങ്ങളുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. കഥ മുന്നോട്ട് പോകെ പോകെ ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവുകയും ഇതിലെ മറ്റ് കഥാപാത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊരു വ്യക്തത വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വിവരങ്ങൾ റിവീൽ ചെയ്യുന്നത് പല സ്ഥലത്തും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. അതിൽ മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇതിലെ ഒരു ക്യാരക്ടർ എന്താണ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത് എന്നത് ഒടുക്കം നമുക്ക് റിവീൽ ആകുന്ന പോയിന്റ്. പക്ഷെ ആ ഒരു പോയിന്റിന് ശേഷം ഈ പറയുന്ന അന്യഗ്രഹജീവി പരിപാടികളിലേക്ക് കഥ നീങ്ങുമ്പോൾ ഈ സിനിമ നടക്കുന്ന ലോകത്തെ കഥാപാത്രങ്ങൾ വല്ലാത്തൊരു ഞെട്ടലിലേക്ക് പോകുന്നുണ്ടെങ്കിലും കാണുന്ന നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാകുന്നില്ല. ഒരു ക്രാഫ്റ്റ് ലെവലിൽ ഈ സിനിമയിൽ ഏറ്റവും അധികം ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉള്ള സിനിമ എന്ന ഒരു ഫീല് ഈ പടം കൊണ്ടുവരുന്നില്ല എന്നതാണ്. പറയുമ്പോൾ അന്യഗ്രഹജീവി പരിപാടികളൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു വിഷയമെങ്കിലും റണ്ണിംഗ് ടൈമിന്റെ ഒരു മേജർ ഭാഗവും എഴുത്തിലൂടെ കഥാപാത്രങ്ങളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു ഉദ്വേഗം സൃഷ്ടിക്കാൻ തന്നെയാണ് സ്പീൽബർഗ് ശ്രമിക്കുന്നത്. സെറ്റ് പീസുകളിലേക്ക് സിനിമ പോകുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന കാറും ട്രെയിനുമുള്ള ഒരു ആക്ഷൻ ബ്ലോക്ക് പടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഒരു ടെൻഷനൊന്നും ആ ഒരു സീക്വൻസ് കൊണ്ട് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ പടത്തിലെ ചില വണ്ണറുകൾ, അതായത് ഒറ്റ ടേക്കിൽ എടുക്കുന്ന നീളമുള്ള ഷോട്ടുകൾ വളരെ സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ഉള്ളതുപോലെ ഒരൊറ്റ ടേക്കിൽ ബ്ലോക്കിംഗ് പല രീതിയിൽ മാറുന്ന സ്പീൽബർഗിന്റെ സിഗ്നേച്ചർ ശൈലിയും പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശ്രദ്ധ സ്ക്രീനിൽ നിന്ന് പോകാതെ ഇരിക്കാൻ ആ ഒരു മെത്തേഡ് സിനിമയെ സഹായിക്കുന്നുണ്ട്. കാലാവസ്ഥാ റിപ്പോർട്ട് വായിക്കുന്നതിൽ നിന്ന് ന്യൂസ് വായിക്കുന്നതിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹമുള്ള ജേർണലിസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര കഥാപാത്രത്തിന് ഒരു ചെറിയ സമയം കൊണ്ട് സംഭവിക്കുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റത്തെ എമിലി ബ്ലണ്ട് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫേഷ്യൽ മസിലുകളെ മാത്രം കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് പല സ്ഥലത്തും പുള്ളിക്കാരി ചെയ്യുന്നത്. ഡാനിയൽ എന്ന സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ടാമത്തെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ജോഷ് ഒക്കോണർ ആണ്. കോളിൻ ഫർത്ത് ചെയ്തിട്ടുള്ള നോഹ എന്ന കഥാപാത്രം ആദ്യ കാഴ്ചയിൽ വില്ലനായിട്ട് തോന്നുമെങ്കിലും ചില സ്ഥലങ്ങളിൽ ആ ക്യാരക്ടറിന്റെ റെസ്പോൺസ് കാണുമ്പോൾ അയാൾക്കും എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വന്നാൽ അതിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഈവ് ഹ്യൂസൺ ആണ് ഡാനിയലിന്റെ ഗേൾഫ്രണ്ടിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. പുള്ളിക്കാരിയും കോളിൻ ഫർത്തും ഉള്ള ചില സീക്വൻസുകളിലെ പെർഫോമൻസ് സാമാന്യം ചാലഞ്ചിങ് ആയിരുന്നു. ഈ അടുത്ത് വന്ന മൈക്കിൾ എന്ന പടത്തിൽ മൈക്കിൾ ജാക്സന്റെ അച്ഛനായിട്ട് വന്ന കോൾമാൻ ഡൊമിംഗോയ്ക്ക് ഈ പടത്തിൽ സാമാന്യം നല്ലൊരു ക്യാരക്ടർ റോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അന്യഗ്രഹജീവി പരിപാടികൾ കാണിച്ച് ആളുകളെ ഞെട്ടിക്കുക എന്നൊരു സംഗതിക്ക് മുകളിലായി ഈ സിനിമ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഇതിൽ പറയുന്ന ചില ഫിലോസഫിക്കൽ ലെയറുകൾ, അതായത് മനുഷ്യരാശിക്ക് ഈ ഏലിയൻസിനോട് ഒരു എംപതി തോന്നുക എന്ന് പറയുന്ന ഒരു സംഗതി വർക്കാകേണ്ടത് വളരെ നിർബന്ധമായിരുന്നു. ത്രില്ലിംഗ് ആയ രീതിയിൽ ഇതിന്റെ പ്രൊമൈസ് അവതരിപ്പിക്കുക എന്നതിലേക്ക് ഫോക്കസ് പോയപ്പോൾ ആ ഒരു ഇമോഷണൽ ട്രാക്കിൽ വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റാതെ പോയതുപോലെ തോന്നി. സ്പീൽബർഗിന്റെ ഏലിയൻ ട്രിലജിയിലെ മൂന്നാമത്തെ പടം എന്ന രീതിയിലൊക്കെ ഇതിനെ പറയുന്നുണ്ടെങ്കിലും ഒരു ക്ലോഷർ തരുന്ന രീതിയിലല്ല ഡിസ്ക്ലോഷർ ഡേ സ്പീൽബർഗും കെപ്പും ഒരുക്കിയിട്ടുള്ളത്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ എംപതി എന്ന സംഗതിയിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങാൻ ഈ പടത്തിന് സാധിച്ചില്ല എന്നത് ഇമോഷണൽ ഇമ്പാക്ട് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. സട്ടിലായിട്ട് ക്യാരക്ടർ എക്സ്പ്ലോറേഷൻ നടത്തുന്ന ചില ഭാഗങ്ങളും പിന്നെ ഏതാണ്ട് അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഉള്ള ഡിസ്ക്ലോഷർ ഡേ എൻഗേജിംഗ് ആയിട്ടുള്ള എന്നാൽ സർപ്രൈസുകൾ കാര്യമായിട്ടില്ലാത്ത ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്